നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാരുടെ 2025 ഒക്ടോബർ മാസഫലമാണ്. പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്, അതായത് ധനുരാശിക്കാരാണ് 2025 ഒക്ടോബർ മാസം വലിയ പരിവർത്തനങ്ങളുടെയും ശ്രദ്ധേയമായ സാമ്പത്തിക വളർച്ചയുടെയും ഒപ്പം ജാഗ്രത പാലിക്കേണ്ട ആരോഗ്യ വെല്ലുവിളികളുടെ ഒരു ഘട്ടമാണ്. മാസത്തിൻ്റെ മധ്യത്തിൽ സംഭവിക്കുന്ന വ്യാഴത്തിൻ്റെ സംക്രമണം, അതായത് അഷ്ടമഗുരു, തൊഴിൽ, വ്യക്തിബന്ധങ്ങൾ, ആരോഗ്യം എന്നീ മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ കാലഘട്ടത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങൾ വിശദമായി വിശകലനം ചെയ്യാം. ദോഷപരിഹാരങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ ഇവയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഗ്രഹമാറ്റമാണ്. അതായത് വ്യാഴത്തിൻ്റെ ഒക്ടോബർ 18 വ്യാഴം 7ാം ഭാവത്തിൽ നിന്ന് അഷ്ടമഭാവത്തിലേക്ക്, കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നു. ഇത് പൊതുവെ പ്രതികൂലമായൊരു അഷ്ടമഗുരു കാലഘട്ടത്തിൻ്റെ തുടക്കമാണ്. ആത്മീയ ഉണർവ് ഉണ്ടാകുമെങ്കിലും ആരോഗ്യത്തിലും കടബാധ്യതകളിലും ജാഗ്രത ആവശ്യമാണ്. തൊഴിൽ മേഖലയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാസം അനുകൂലമാണ്. എന്നാൽ ഒക്ടോബർ 17 ശേഷം സൂര്യൻ നീചരാശിയിൽ പ്രവേശിക്കുന്നതോടെ ജോലിയിൽ ഭാരം വർദ്ധിക്കുകയും അനർഹർക്ക് അംഗീകാരം ലഭിക്കുന്നത് കണ്ട് വിഷമിക്കാനിടവരികയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. ചിലർക്ക് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാനുള്ള സാഹചര്യങ്ങളും സ്ഥാനചലനത്തിനും സാധ്യതയുണ്ട്. 8ലെ ഗുരുവിൻ്റെ ദോഷങ്ങളെ പ്രതിരോധിക്കാൻ യോഗകാരകനായ ശനി 6ാം ഭാവത്തിൽ ശക്തനായി നിലകൊള്ളുന്നത് ഇത് ആരോഗ്യപരമായ വെല്ലുവിളികളിൽ നിന്ന് മോചനം നൽകുകയും ജോലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മികച്ച പുതിയ തൊഴിലവസരങ്ങളിലേക്ക് വഴി തുറക്കുകയും ചെയ്തു തരും. ഇതൊരു രക്ഷാകവചമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ശനിയുടെ ബലം. കന്നിമാസത്തിൽ, അതായത് ഒക്ടോബറിൻ്റെ ആദ്യ പകുതി, സാമ്പത്തികമായ ഉന്നതി നേടുമെങ്കിലും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യാം. എന്നാൽ ഈ കാലയളവിലെ അധിക ചിലവുകൾ പിന്നീട് മനക്ലേശത്തിന് കാരണമാകാതെ ശ്രദ്ധിക്കണം. അമിതമായി പണം ചെലവഴിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തണം. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നത് അനിവാര്യമാണ്. അറിയാതെ പറയുന്ന വാക്കുകൾ കുടുംബാംഗങ്ങളെയും ദാമ്പത്യ പങ്കാളിയെയും വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും ചെയ്യണം. ഈ മാസത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ ഭക്തിയാണ് ഏറ്റവും വലിയ ശക്തിയായി കണക്കാക്കുന്നത്. വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ഭജന അനുഷ്ഠിക്കുകയും വ്യാഴ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക. പൂരാട നക്ഷത്രം ധനുരാശിയിലാണ് വരുന്നത്. ധനുരാശിയെ സംബന്ധിച്ച് ഒക്ടോബർ മാസം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഈ മാസം 2 പ്രധാന ഗ്രഹങ്ങൾ അവരുടെ നിലയിൽ മാറ്റം വരുത്തുന്നുണ്ട്. ധനുരാശിയുടെ അധിപനും 4ാം ഭാവത്തിൻ്റെ, അതായത് സുഖത്തിൻ്റെ അധിപനുമായ വ്യാഴം രാശിക്ക് ഏറ്റവും ബെനിഫിറ്റായ ഗ്രഹമാണ്. ഒക്ടോബർ 18 വ്യാഴം 7ാം ഭാവമായ മിഥുനത്തിൽ നിന്ന് 8ാം ഭാവമായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒക്ടോബർ 18 മുമ്പ് വ്യാഴം 7-ൽ, അതാണ് ഈ സമയപരിധി വരെ 7ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ശുഭഫലങ്ങൾ തുടരും. ഇത് വിവാഹബന്ധത്തിൽ കൂടുതൽ സൗഖ്യവും ദാമ്പത്യത്തിൽ പരസ്പര ധാരണയൊക്കെ ഉണ്ടാക്കും. ബിസിനസ് പ്രവർത്തനങ്ങൾ വർദ്ധിക്കാനും പുതിയ ബിസിനസ് പങ്കാളികളെ നേടാനും സാധ്യതയുണ്ട്. കൂടാതെ ധനം സമാഹരിക്കുന്നതിൽ വിജയിക്കുകയും മികച്ച സാമ്പത്തിക അടിത്തറ നേടുകയൊക്കെ ചെയ്യും. ഒക്ടോബർ 18 ശേഷം വ്യാഴം 8-ൽ, അതായത് അഷ്ടമഗുരുസ്ഥാനം, വ്യാഴം 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പൊതുവെ അനുകൂലമല്ലാത്ത ഒരു സംക്രമണമാണിത്. ഇത് വ്യക്തിഗത തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതാണ്. ആഴത്തിനുള്ള മനഃശാസ്ത്രപരമായ മാറ്റങ്ങൾക്കും ആത്മീയ ഉണർവിന് ഇത് തുടക്കമിടുന്നതാണ്. പാരമ്പര്യ സ്വത്ത്, ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ സമയത്ത് ഉയർന്നു വരും. പാരമ്പര്യ ബിസിനസ്സുകളിൽ വളർച്ച ഉണ്ടാകാനുള്ള സൂചനകളുമുണ്ട്. ഒക്ടോബർ 17 ആദിത്യൻ കന്നിരാശിയിൽ നിന്ന് തുലാം രാശിയിലേക്ക് മാറുന്നു. ഇത് ആദിത്യൻ്റെ നീചരാശിയാണ്. ധനുരാശിക്ക് ഇത് 11ാം ഭാവത്തിലാണ് വരുന്നത്. 11ലെ സൂര്യൻ്റെ നീചാവസ്ഥ വരുമാനത്തെ ബാധിക്കില്ലെങ്കിലും തൊഴിൽ രംഗത്തും സാമൂഹിക അംഗീകാരത്തിലും സമ്മർദ്ദം വർദ്ധിക്കും. എന്നാൽ ഇത് പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ പൂരാട നക്ഷത്രക്കാർക്ക് ശക്തമായ രക്ഷാകവചമുണ്ട്. 6ാം ഭാവത്തിലെ ശനി. ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ശനി ഒരു യോഗകാരകനാണ്. ഈ മാസം ശനി 6ാം ഭാവത്തിൽ, അതായത് കുംഭത്തിൽ സഞ്ചരിക്കുന്നത് വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. 6ാം ഭാവം രോഗങ്ങൾ, കടം, ശത്രുക്കൾ എന്നിവയുടെ ഭാവമാണ്. ഇവിടെ ശനി ശക്തനായി നിൽക്കുന്നത് ഒരു സംരക്ഷണ ഘടകമായി പ്രവർത്തിക്കും. വ്യാഴം 8-ൽ വരുമ്പോൾ കടം, ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ വെല്ലുവിളിയാകാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ 6ലെ ശനി ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഉടൻ ആശ്വാസം ലഭിക്കുമെന്നും ജീവിതശൈലി മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും ഉറപ്പ് നൽകുന്നു. വ്യാഴം നൽകുന്ന ആന്തരിക സമ്മർദ്ദത്തെ ശനി ബാഹ്യമായി പ്രതിരോധിക്കുകയും വിജയത്തിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യും. ഒക്ടോബറിൽ തൊഴിൽ രംഗത്ത് ഒരു വഴിത്തിരിവിൻ്റെ മാസമായിട്ടാണ് കാണുന്നത്. കരിയറുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയം വളരെ അനുകൂലമായിട്ട് കാണുന്നു. നിങ്ങളൊരു മൾട്ടിനാഷണൽ കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ അവസാനം വരെ നിങ്ങളുടെ ആശയവിനിമയ ശേഷി മികച്ചതായി മാറും. കൺസൾട്ടിംഗ്, അധ്യാപനം, മെൻറ്ററിംഗ് തുടങ്ങിയ ജോലികൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാനും ഉപദേശം നൽകാനും എളുപ്പത്തിൽ സാധിക്കുന്നതുമാണ്. എങ്കിലും ഒക്ടോബർ 17 ശേഷമുള്ള സൂര്യൻ്റെ നീചാവസ്ഥ ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിപ്പിക്കാനുള്ള ഇടയുണ്ട്. ഈ സമയത്ത് അർഹതയില്ലാത്തവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊക്കെ തോന്നാം. കൂടാതെ മത്സരങ്ങളിൽ സ്വന്തം കഴിവ് മുഴുവനായി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരാത്ത സാഹചര്യമുണ്ടാകും. പ്രത്യേകിച്ച് തുലാമാസത്തിൽ ഒക്ടോബർ 2ാം പകുതി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
എന്നാൽ ഈ പ്രതിസന്ധിയെ ഭയക്കേണ്ടതൊന്നുമില്ല. 6ാം ഭാവത്തിലെ ശനിയുടെ അനുകൂല സ്വാധീനം കാരണം നിലവിലുള്ള തൊഴിലിലെ സമ്മർദ്ദങ്ങൾ മികച്ചതായും പുതിയതായ ജോലികളിലേക്കോ കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങളിലേക്കോ നിങ്ങൾ എത്തിക്കാൻ സഹായിക്കും. ധനുരാശിക്കാർക്ക് ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക ഉയർച്ചയെ ആഡംബര ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യവും ഉണ്ടായി വരും. മാസത്തിൻ്റെ ആദ്യ ഭാഗം സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നുണ്ട്. ഒക്ടോബർ 18-ന് ശേഷം വ്യാഴം 8ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ധനപരമായ കാര്യങ്ങളിൽ പുതിയ വഴികൾ തുറക്കും. ജോലിയിലുള്ളവർക്ക് വലിയ പണം നേടാനുള്ള അവസരമൊക്കെ ഉണ്ടാകും. പാരമ്പര്യമായി വരുന്ന ബിസിനസ്സുകളിൽ വളർച്ച പ്രതീക്ഷിക്കാം. കൂടാതെ ഭാര്യ വീട്ടുകാരിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ട്. വരുമാനം വർദ്ധിക്കുമെങ്കിലും അമിതമായ ചെലവുകൾ ശ്രദ്ധിക്കണം. ഈ മാസത്തെ പ്രധാന വെല്ലുവിളിയായിട്ടാണ് അത് കാണുന്നത്. പണം ചെലവഴിച്ച ശേഷം അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി വരും. വ്യാഴം 8-ൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് കടം എടുക്കുന്നത് ഒഴിവാക്കുകയും നിലവിലുള്ള കടബാധ്യതകൾ ഒരു വെല്ലുവിളിയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. നിങ്ങളുടെ സാമ്പത്തിക തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ ശക്തമായിരിക്കും. എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധ ഉപദേശം തേടുന്നത് പ്രത്യേകിച്ച് വലിയ നിക്ഷേപങ്ങളിൽ ഗുണം ചെയ്യുകയും ചെയ്യും. ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ ഒരു സമ്മിശ്ര മാസമാണ്. ദാമ്പത്യ ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടത് അത്യാവശ്യവുമാണ്. 7ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഒക്ടോബർ 18-ന് അവസാനിക്കുന്നതോടെ ബന്ധങ്ങൾ നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. ഇത് സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ഈ മാസം വളരെ പ്രധാനമായി കാണുന്നു. തുലാമാസത്തിൽ, അതായത് ഒക്ടോബർ 2ാം പകുതിയിൽ നിങ്ങൾ അറിയാതെ മനസ്സിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു. വാക്കുകളിലെ ഈ അശ്രദ്ധ കുടുംബ ബന്ധങ്ങളെയും അയൽവാസികളുമായുള്ള ബന്ധങ്ങളെയൊക്കെ ബാധിക്കാനിടയുണ്ട്. ആന്തരിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്ന ഈ സമയത്ത് സംസാരത്തിലുള്ള ഈ വാഗ്ദോഷം ഒഴിവാക്കാൻ ധ്യാനം പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പൂർവിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി വരും. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ വഴി തുറക്കപ്പെടും. എന്നാൽ പൂർവിക സ്വത്ത് ഈ സമയത്ത് വിൽക്കുന്നത് ലാഭകരമായിരിക്കില്ല. ഒക്ടോബർ മാസത്തിൽ ആരോഗ്യം മെച്ചപ്പെടാനുള്ള സാഹചര്യങ്ങളും അതേസമയം പുതിയ ആശങ്കകളും ഒരുമിച്ചുണ്ടാകുന്നുണ്ട്. 6ാം ഭാവത്തിലെ യോഗകാരകനായ ശനി കാരണം ദീർഘകാലമായി നിലനിന്നിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ സാധ്യത കാണുന്നു. ജീവിതശൈലിയിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുകയും ചെയ്യും. വിഷദംശനങ്ങളിൽ നിന്ന് ദൈവാധീനത്താൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒക്ടോബർ 18-ന് ശേഷമുള്ള അഷ്ടമ ഗുരുവിൻ്റെ സംക്രമണം നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യനിലയിൽ സമ്മർദ്ദം സൃഷ്ടിക്കാനിടയുണ്ട്. ഈ മാസത്തിൽ പിതാവിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്കപ്പെടാനുള്ള ഇടവരും. കൂടാതെ കുടുംബത്തിൽ മുതിർന്നവരുടെ ദേഹവിയോഗം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയവുമാണ്. ഈ വിഷയത്തിൽ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ കാരണമാകും. അതിനാൽ ആന്തരിക സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കുന്നതിന് ആത്മീയവും മാനസികവുമായ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഒക്ടോബർ മാസം വളരെ ഫലപ്രദമായി കാണുന്നു. പ്രത്യേകിച്ചും ആത്മീയവും ഗവേഷണപരവുമായ വിഷയങ്ങളിൽ. ആത്മീയ വളർച്ചയിലും നിഗൂഢ വിജ്ഞാനങ്ങളിലും താല്പര്യം വർദ്ധിക്കും. കൺസൾട്ടിംഗ്, തത്വചിന്താപരമായ പഠനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സമയം കൂടുതൽ സ്വാധീന ശക്തി കിട്ടും. സാങ്കേതിക വിഷയങ്ങളിൽ പഠിച്ചറിയുന്നത് പുതുതലമുറയുടെ സഹായം തേടുന്നത് ഗുണകരമായിരിക്കും. ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന നിപുണയോഗം നിലനിൽക്കുന്നതിനാൽ പുതിയ കഴിവുകൾ നേടാൻ എളുപ്പമാവുകയും ചെയ്യും. ഒക്ടോബർ മാസത്തിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി അഷ്ടമ ഗുരുവിൻ്റെ ആരംഭമാണ്. ഇത് സാമ്പത്തികമായും ആരോഗ്യപരമായും വെല്ലുവിളികൾ ഉയർത്താം. ഇവയെ പ്രതിരോധിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗം ഭക്തിയാണ്. വ്യാഴപ്രീതിയും യോഗകാരകനായ ശനിയുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനുള്ള കർമ്മങ്ങളും ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച തോറും മഹാവിഷ്ണുവിന് വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമായ പരിഹാര മാർഗമാണ്. ഇത് ഉപവാസത്തോടെയോ ഒരിക്കലോടെയോ ആകാം. വ്രതദിനത്തിൽ കഴിയുന്നതും സസ്യാഹാരം ശീലിക്കുക. വ്രതദിനത്തിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. പ്രഭാതത്തിൽ നെയ്വിളക്ക് കൊളുത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. ദിവസവും വിഷ്ണു ഗായത്രി മന്ത്രം ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന് 9 പ്രാവശ്യം ജപിക്കുന്നത് കുടുംബ ഐക്യത്തിനും ഐശ്വര്യവർദ്ധനവിനും സാമ്പത്തിക ഉന്നമനത്തിനും സഹായിക്കും. വഴിപാടുകളായി നടത്തേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത അർച്ചന എന്നിവ സമർപ്പിക്കുക. മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും വസ്ത്രദാനം നടത്തുന്നതും ഈ മാസത്തിൽ വളരെ ഉത്തമമാണ്. ശനിപ്രീതിക്ക് വേണ്ടി ദിവസേനയുള്ള പ്രാർത്ഥനകളോ ധ്യാനത്തിലോ ഓം ശം ശനീശ്വരേ നമഃ എന്ന ബീജമന്ത്രം ഉപയോഗിച്ച് നിങ്ങളുടെ ഊർജത്തെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ കഴിയും. അല്ലെങ്കിൽ 6 അക്ഷരങ്ങളുള്ള വിഷ്ണു മന്ത്രമായ ഓം വിഷ്ണവേ നമഃ ദിവസവും ജപിക്കുന്നത് ആരോഗ്യവും പുതിയ തൊഴിലവസരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതാണ്. 2025 ഒക്ടോബർ മാസം പൂരാടം നക്ഷത്രക്കാർക്ക് അഷ്ടമഗുരുവും യോഗകാരകനായ ശനിയും തമ്മിലുള്ള ഒരു നിർണായക സന്തുലിതാവസ്ഥയുടെ സമയമാണ്. ഗുരുവിൻ്റെ മാറ്റം ആഴത്തിലുള്ള ആത്മീയ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതേസമയം ഭൗതിക തലത്തിൽ തൊഴിൽ, ആരോഗ്യം, സാമ്പത്തികം കൈകാര്യം ചെയ്യൽ ഇവയിൽ ജാഗ്രത ആവശ്യപ്പെടുന്നുമുണ്ട്. തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഒരു പുതിയ
മെച്ചപ്പെട്ട അവസരത്തിലേക്കുള്ള ചവിട്ടുപടിയായി കണക്കാക്കണം. 6-ാം ഭാവത്തിലെ ശനി പുതിയതും മികച്ചതുമായ തൊഴിലവസരങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ഇടപെടലുകളിലും സംസാരത്തിലും പ്രത്യേക ശ്രദ്ധയും കരുണയും പാലിക്കണം. ഇത് മാസത്തെ പ്രധാന ദാമ്പത്യ കുടുംബ കലഹങ്ങളെ ലഘൂകരിക്കുന്നതാണ്. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുകയും വ്യക്തിപരമായ ആരോഗ്യ പരിപാലനത്തിന് സമയം കണ്ടെത്തുകയും ചെയ്യുക. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് മാനസിക സമ്മർദ്ദം, ആരോഗ്യപരമായ വെല്ലുവിളികൾ എന്നിവ കുറയ്ക്കാൻ ഇടവരും. ഒക്ടോബറിൽ സാമ്പത്തികമായി മെച്ചമുണ്ടെങ്കിലും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും വിദഗ്ധ ഉപദേശം തേടി മാത്രം വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക.